ഇന്ന് വിജയിന്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് വിഷ് ഈ പെണ്ണുമ്പിള്ളേന്റെ ഓരോ കാര്യങ്ങളെ ഇതൊന്നും ഇട്ടേക്കല്ലേ. ഈ വീഡിയോ കാണുമ്പോ അവിടെ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയത്തില്ല. ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് 3 പെറ്റ്സ് ഉള്ള MBBS സ്റ്റുഡന്റിന്റെ ചെന്നൈയിലുള്ള ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇവനെ വാക്കിന് കൊണ്ടുവന്നേക്കാണ്. ഇവനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല വീഡിയോയിൽ വരുന്നത്. നമുക്ക് പറഞ്ഞാലോ, ഇനി അതിന്റെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഈ പെണ്ണുമ്പിള്ളേന്റെ ഓരോ കാര്യങ്ങളെ. നിങ്ങളാ കേട്ടത് എന്റെ വോയിസ് അല്ല കേട്ടോ, അത് ഇവന്റെ വോയിസ് ആണ്. ഇവനാണ് ഇക്കോ. അതെ അതെ, രാവിലെ അവനെ നടത്തിച്ചു വന്നപ്പോഴേ അവന്റെ കാലും കൈയൊക്കെ തുടച്ച് മുഖമൊക്കെ എപ്പോഴും കഴുകിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേക്കുന്നത്. കാരണം എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഫസ്റ്റ് അവനെ മുള്ളാൻ കൊണ്ടുപോയാണ്, ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. അതുകൊണ്ടാണ് ഇൻട്രോയിൽ വരെ എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പല്ല് കഴിച്ച് ഫ്രഷ് ആയതിനു ശേഷം അവന് ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ എടുത്തു കൊടുത്ത് ബാക്കി 2 പെറ്റ്സാണ് ഇവർ, ചിട്ടും ഇട്ടും. അവർക്കും വെള്ളവും ഫുഡൊക്കെ വെച്ച് അവരോട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ റെഡിയായി കോട്ടൊക്കെ ഇട്ട് എക്കോനോട് ബായ് പറഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങി. ഞാനിവിടെ കോളേജിന്റെ മുമ്പിലെത്തി. ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടെ എത്തി. പക്ഷെ ഹോസ്റ്റൽ ഇവിടെ തന്നെയാ. അവിടെയുള്ള എന്റെ ഫ്രണ്ട് വന്നിട്ട് ഇത് എന്നും നടക്കുന്ന ഒരു കാര്യമാണ്. ചില ദിവസങ്ങൾ മാത്രം ഞാൻ ലേറ്റ് ആവാറുള്ളൂ. ഇവൾ ഹോസ്റ്റലിൽ നടന്നു വരാൻ ലേറ്റ് ആവും. നടന്നു വരുന്നതാണ് ഞാൻ പറഞ്ഞ മേഡം വന്ന് ഞങ്ങൾ അങ്ങനെ ലിഫ്റ്റൊക്കെ കയറി ഹോളിൽ പോയി ക്ലാസ്സിലിരുന്നു. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. പക്ഷെ ഇമ്പോർട്ടൻറ്റ് വന്ന് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യനും പറയുന്നു. ഇതാണ് മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഒറിജിനൽ പേര് ദേവിക എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് പനി, വയറുവേദന. പക്ഷെ ഞങ്ങൾ ക്ലാസ്സിൽ വന്നു. BBS പഠിക്കാൻ വരുന്നവരൊന്നും ഒരുപാട് കാതിലും. കാരണം കോളേജിലൊക്കെ വന്നിടേണ്ടി വരും. കാരണം നമുക്ക് സമയം കിട്ടൂല. പഠിക്കുന്ന കുട്ടിയാ. ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളത് അവൾക്കാ. ഉറങ്ങി എണീച്ച് പല്ല് തേക്കുന്നത് തന്നെ വലിയ കാര്യമായിരിക്കും. ഇപ്പൊ ഞങ്ങള് വാഷ്റൂമിൽ പോവാനെന്ന് പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് പുറത്ത് വന്നേക്കാണ്. ഇനിയിപ്പോ പോയി എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിക്കണം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും അവര് വിടത്തില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ് ചെയ്യാം. നമ്മൾ എവിടെ വെക്കും? ഇത് മാറ്റി ഞാൻ പിടിക്കണം. ഇനി നമ്മൾ ഇത് പിടിച്ച് ക്ലാസ്സിൽ കയറാം. നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കോൾഡ് കോഫിയും സമൂസയുമായി ക്ലാസ്സിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഫ്രണ്ടിലൊക്കെ പിള്ളേരുള്ളതുകൊണ്ട് പ്രശ്നമില്ല. ക്ലാസ്സിൽ ഇങ്ങനെ ഉൾപ്പെടെ ഇത് ഞാൻ 10ാം ക്ലാസ് ഇന്റർഷിപ്പ് ചെയ്തതായിരുന്നു. ഇങ്ങനെ ഒരു MBBS വകുപ്പ് നിങ്ങൾ ആദ്യത്തേക്ക് കാണുന്നത്. ഞങ്ങൾ എല്ലാ സത്യങ്ങൾ കാണിക്കും. MBBS പഠിക്കാൻ പോകുന്ന ഏതെങ്കിലും പിള്ളേർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുക. നമ്മള് ഡോക്ടറാൻ വന്നിട്ട് നമ്മൾ വേസ്റ്റ്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തറില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് വിജയിന്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് വിഷ് ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ അവര് പറഞ്ഞ കേട്ടോ, കളിയാക്കി ചിരിച്ചാണോ? നമ്മള് ചിരിച്ചോണ്ട് കളിയാക്കി ചിരിച്ചു. ഇനി മുഖം വീർപ്പിച്ച് വെച്ച ആറ്റിറ്റ്യൂഡ്. സങ്കടത്തിൽ വെച്ച എന്താ അവര് പറയാ? നമുക്ക് ഡിപ്രഷനോ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഹോസ്റ്റലിലേക്ക് കയറാൻ പോകണം. അപ്പൊ നമ്മൾ ആദ്യം ഈ സാധനം കൂടെ വാതിൽ കാണാതെ കയറണം. പ്ലാൻ A പ്രകാരം ഒരു ബ്ലൂ പ്രിന്റ് വേണം. ഞാൻ മാസ്ക് ഇട്ട് ക്യാപ്പ് വെച്ച്
അറിയാത്ത പോലെ നമ്മൾ കയറും. ഇത് കഴിഞ്ഞുള്ള പ്ലാനിനെക്കാളും നമുക്കിപ്പോ ഈ ഹോസ്റ്റലിൽ കയറണം. അതാണ് വലിയ ടാസ്ക്. ഞാൻ മാസ്ക് ഇട്ട് ഒരു ഹോസ്റ്റലിൽ നിന്ന പോലെ നടക്കാൻ. നീ മുമ്പിൽ പോയി നോക്കൂ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ദേവികന്റെ റൂമിൽ പോവുകയാണ് ഗായ്സ്. ഹലോ ഗൈസ്, ദേവിക ഇവിടെ ഇല്ല. ദേവിക ഫുഡ് എടുക്കാൻ വേണ്ടി ഹോസ്റ്റൽ മെസ്സിലേക്ക് പോയേക്കെ. കാരണം എനിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡൻ എന്നെ പോക്കും. സോ ദേവിക പോയ ഈ സമയത്ത് നമുക്ക് ദേവികന്റെ റൂം എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ വെച്ചു. കുറെ നേരം വീഡിയോ എടുക്കാൻ ഞാൻ ദേവികന്റെ റൂമേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് നമ്മളൊരു ശല്യമാവാൻ പാടില്ലല്ലോ, അവരെ പ്രൈവസി നമ്മൾ നശിപ്പിക്കരുതല്ലോ. സോ നമുക്ക് ദേവികന്റെ റൂം എക്സ്പ്ലോർ ചെയ്യാം. ഈ വീഡിയോ കാണുമ്പോൾ അവൾ എന്നെ കൊല്ലുവോ എന്തോ എനിക്കറിയാൻ പാടില്ല. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഫസ്റ്റ് തന്നെ ഇതാണ് ആശാത്തിയുടെ ഒരു ടേബിൾ. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് അവള് കിടക്കുക. ഇത് അവളുടെ റൂംമേറ്റിന്റെ ബെഡ്, അത് അവളുടെ ബെഡ്, ഇത് അവളുടെ റൂംമേറ്റിന്റെ ടേബിൾ, ഇതും അവളുടെ ടേബിൾ ആണെന്നാണ് എന്റെ ഒരു വിചാരം. ഇതുവരെ ബാത്റൂം. ബാത്റൂമിലേക്കൊന്ന് പോത്താണ് നല്ലത്. ഇത് മാഡം ഡ്രസ്സൊക്കെ പുറത്താ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളില് അവളുടെ മേക്കപ്പിന്റെ സാധനങ്ങളാ. ഫുൾ ഡ്രസ്സ് അധികം പുറത്താ. കാരണം അവള് പറയുന്നത് മേക്കപ്പിന്റെ സാധനം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് ഉപയോഗിക്കും, അതിനല്ലേ പൈസ കൂടുതലാണ്. ഡ്രസ്സാകുമ്പോൾ ഉപയോഗിക്കില്ലല്ലോ. ഐഡിയ. ഇന്ന് ബിരിയാണിയാണ് ഹോസ്റ്റലിൽ നിന്നാണ് കേട്ടത്. സാധാരണ ഞങ്ങൾ മെസ്സിൽ നിന്ന് ഫുഡ് അവളോ കഴിക്കാറില്ല, ഞങ്ങൾ കഴിക്കാറില്ല. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന എന്തെങ്കിലും അവള് കഴിക്കാറുള്ളൂ. ഇന്ന് പിന്നെ ബിരിയാണി ആകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ, ചിക്കൻ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ അവളെ പറഞ്ഞു വിട്ടേക്കുന്നത്. ബിരിയാണി ഇതെന്താ തുറക്കാത്ത? ഇതാണ് നമ്മുടെ ബിരിയാണി. കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റും ഇല്ല. അങ്ങനെ ഞങ്ങൾ വിശപ്പുള്ളത് കൊണ്ട് എന്തൊക്കെയോ കഥ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്കൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വെൻഡിങ് മെഷീനിൽ ഒരു ജ്യൂസും പിന്നെ ഒരു വേഫിൽ ഓർത്ത് എന്തോ ഒരു ബിസ്ക്കറ്റാണോ വേഫിലാണോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കളിപ്പാട്ടം പോലത്തൊരു സാധനം കണ്ടത്. അത് കണ്ടപ്പോൾ എൻ്റെ മൊത്തത്തെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. വീട്ടിൽ പോവാണെന്നാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ആ വോയിസ് എന്തോ കട്ടായി പോയി. ഇതാണ് ഞങ്ങളുടെ കോളേജ്. അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ എപ്പോഴുള്ള സീനാണ് എൻ്റെ ഇക്കക്കുട്ടിൻ്റെ സന്തോഷപ്രകടനം. ഇവനെ ഞാൻ ഉച്ചയ്ക്ക് പോയി നോക്കിയെന്ന് കേട്ടോ, അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ലെന്നുള്ളൂ. അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ പോയി കണ്ടിട്ട് വന്നതാ. എന്നാലും വൈകുന്നേരം വരുമ്പോൾ അവന് ഭയങ്കര സന്തോഷവും എന്തെങ്കിലുമൊക്കെ കയ്യിലെടുത്തോണ്ട് വന്ന് നമുക്ക് തരും. പിന്നെന്താ ഇത്രയും നേരം കാണാത്തതിന്റെ പരിഭവവും പിണക്കൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ കൊച്ചും കിടക്കായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവൻ എന്തോ പറയാനുണ്ടെന്നാണേ പറയുന്നത്. എനിക്ക് പറയാനുണ്ട് ഗൈസ്. എന്റെ സങ്കടമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇത്ര പിഞ്ചു കുഞ്ഞായ എന്നെ ഇട്ടേച്ച് ഈ തള്ള എന്നും രാവിലെ പോവും, ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെയും പോവും. എന്തോ ഈ വീട് കാവലിന് വെച്ച ആളെ പോലെ എന്നെ നോക്കുന്നേ. ഞാൻ വല്ല പട്ടിയും പൂച്ച എന്നാണ്. ഇവരെ മോനല്ലേ, അവർക്ക് ആ ഒരു ചിന്തയും ഇല്ല. ഇതെന്റെ ഗൈസ് ഇവൻ ഒന്നല്ല, എനിക്ക് 10 പറയാനുണ്ട്. ആകെ തള്ള വൈകുന്നേരം വന്ന് കുറച്ച് സമയം തള്ളേന്റെ കൂടെ ഇരിക്കാന്ന് വെച്ചാൽ തള്ള ഇവനെ എടുത്തോണ്ട് വരും. ഇവനാണ് ചിട്ടു, എന്റെ ഏറ്റവും വലിയ ശത്രു ഈ വീട്ടിലെ. എന്താന്ന് വെച്ചാൽ ഇവൻ എന്റെ അമ്മേനെ എടുത്തോണ്ട് പോവും ഗൈസ്. അവൻ എന്റെ അമ്മയുടെ കൂടെ നടക്കും. എനിക്കപ്പൊ എന്റെ അമ്മേനെ കിട്ടത്തില്ല. ഇതൊക്കെ ഏത് വീട്ടിലാ നടക്കുക? പക്ഷാഭേദം. മൂത്ത മോനോടുള്ള സ്നേഹമാണ്. അവനാണല്ലോ ഈ വീട്ടിൽ ഫസ്റ്റ് വന്നത്. എന്നെ വല്ല തവിട് കൊടുത്ത് വാങ്ങിയതാണോന്ന് എനിക്ക് നല്ല സംശയം. ഇനി ഞാൻ പറയാം. ഈ വെള്ളയാണ് കേട്ടോ മിട്ടു. മിട്ടുവിനെ പറ്റി അവൻ എന്താ പറയാത്തെന്ന് വെച്ചാൽ, മിട്ടു എന്റെ അടുത്തും അത്ര കൂട്ടല്ല, അവനൊന്ന് ഇണങ്ങിയൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം എക്കോ കൂട്ടിന്റെ സ്കിൽസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കയ്യിലെടുത്ത് വെച്ചാൽ അവന്റെ സ്കിൽസ് ഒക്കെ പുറത്തിറങ്ങും. അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അവന്റെ ക്ഷമ കെട്ടി. പിന്നെ ക്ഷമ കെടത്തില്ല ഗൈസ്. ഇത് സ്കിൽസ് അല്ല, ഇത് ബാലവേലയാ, ബാലവേല. ഒരു ക്ലിപ്പ് തരാൻ വേണ്ടി എന്നെ കാണിക്കുന്ന ക്രൂരതകളാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നോക്കിക്കേ. രാവിലെ തൊട്ട് ഒരു പണി എടുക്കാതെ ഇരുന്നതുകൊണ്ട് ഇപ്പോഴെങ്കിലും കുറച്ച് സമയം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ തള്ള എനിക്ക് ആ ക്ലിപ്പ് തരുന്നില്ല.
എന്റെ ഒരു കുഞ്ഞല്ലേ ഞാനൊരു ക്ലിപ്പല്ലേ ചോദിച്ചുള്ളൂ. അത് തരാനാണ് ഈ ആക്രമണം മൊത്തം ഈ തന്ത എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട്. അങ്ങനെങ്കിൽ ഇവന് ഷേക്കൻ്റെ ഒക്കെ തരാൻ അറിയാമെന്നൊന്ന് ഓർക്കെങ്കിലും ചെയ്യാലോ. ഞങ്ങള് പുറത്തൊരു ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇതാണ് കേട്ടോ സീരിയസിന്റെ പുറത്തേക്ക് പോകുന്ന വഴി. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈവനിങ് ഭയങ്കര രസമാണ്. ഈ റോഡും ഈ സൺസെറ്റിന്റെ സമയമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. പോകുന്ന വഴിക്കൊക്കെ തമിഴ്നാട്ടിലുള്ളവർക്ക് അറിയായിരിക്കും, റോഡിൽ മൊത്തം പശുവായിരിക്കും. നമ്മള് മലയാളീസിന് ഇതൊരു പുതുമയാണ്. ദേണ്ട ചായക്കടയിൽ പോയപ്പം സൂര്യന്റെ വക സ്വർണ്ണ വെളിച്ചം. പിന്നെ നമ്മൾ വിടുവോ, ശടപെടാന്നൊരു 10-12 ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ സുന്ദരിമാരാന്ന് പറഞ്ഞ് എടുത്ത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും വാട്ടർമെലന്റെ ജ്യൂസും ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇത് രണ്ടും ഒരേ സമയത്ത് കുടിക്കുന്നതാണ് എന്റെ ഒരു ആനന്ദം. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ കമന്റിൽ പറയേ. നമ്മളിപ്പോ എക്കോന്റെ സെക്കൻഡ് വാക്കിങ്ങിന് പോവാണ്. എന്തോ ഒരു മണം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ആ മണം എന്താന്ന് കണ്ടുപിടിക്കാനുള്ള ദീർഘമായ വീക്ഷണത്തിലാണ് ഞങ്ങൾ. യെസ്, നമ്മുടെ മുത്തുപട്ടിയുടെ മൂത്രമാണിത്. ഹിഹി. അവനെ വാക്കിങ്ങിനുണ്ട്, അവൻ എന്നെ വാക്കിങ്ങിന് കൊണ്ടുവന്നതാ. പിന്നെ അല്ലാതെ ഇങ്ങോട്ട് അടങ്ങി നടക്കത്തല്ലേ. ആടൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ്, പക്ഷെ എനിക്ക് അല്ല. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന, ഉപ്പേരി, ബീൻസ് ക്യാരറ്റ് ഉപ്പേരി, പിന്നെ ചിക്കൻ ചോറ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എക്കോയ്ക്കുള്ള ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോന്നോരായി ചെയ്യണം, കാരണം ഗ്യാസ് തീർന്നു പോയി, വാങ്ങിയില്ല. സോ നമുക്ക് എക്കോന്റെ ഫുഡായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണം. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ക്യാരറ്റ് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കണം. ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷെഫ് ഞാൻ, എന്റെ സഹായിയാണ് ആ നിൽക്കുന്നത്. എന്റെ സഹായി മാമും ശരി അവിടെ ഉണ്ടാക്കുവേ. സഹായി എന്നിട്ട് പാത്രത്തിലാക്കി ഹോസ്റ്റലിൽ കൊണ്ടുപോയി നന്നായി ഞം തിന്നു. എക്കോ എക്കോ എക്കോ. ഇവിടെ ഒരാള് വരെ. ഓ നാശം, ഞാൻ വിചാരിച്ച എന്തോ മാമൻ തരാനാണ്. ഒന്നും ഇല്ലേ? ഇതെന്താ പച്ചക്കറിയോ? അയ്യോ ഞാൻ പോട്ടെ. ഉള്ളി അവളാണ് എരിയുന്നെങ്കിലും കണ്ണെന്ന് എന്റെ കണ്ണെന്ന് വെള്ളം വരുന്നു. ഞാൻ കുക്കിങ്ങിൽ വേറെ എന്ത് വേണം ചെയ്യും, പക്ഷെ ഈ ഉള്ളിന്റെ കണ്ണ് നീര്. നമ്മൾ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് പൊട്ടിക്കാൻ നമുക്ക് കറക്റ്റ് നടുവിൽ കിട്ടും. ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടിക്കിട്ടും. കഷ്ടപ്പെടണം ഗൈസ്, ജീവിതത്തിൽ കഷ്ടപ്പെട്ടാലേ തിന്നാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഫുഡ് റെഡി. ഐശ്വരൂഷ പാത്തുമാ കാത്തി ചുമ്മാ കുന്തല്ലേ തള്ളല്ലേ പന്തളപ്പൊടിഞ്ഞാളും നല്ല ചിക്കൻ കറിന്റെ മനം. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡിയായി. ഇനിയിപ്പം ചോറ് കൂടെ ആക്കിയാൽ മതി. ചൂടൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ എക്കോക്കുട്ടൻ്റെ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിക്കൻ പീസൊക്കെ എടുത്ത് മുമ്പിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ചെറുക്കൻ അപ്രൂവ് ചെയ്യത്തില്ല. പിന്നെ ലാസ്റ്റ് അവൻ്റെ വയ്യ നടക്കേണ്ടി വരും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ എക്കോക്കുട്ടനെ നടത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകാം രാത്രിയിട്ട് നടത്തത്തിന്. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കാലും കൈയൊക്കെ തുടച്ച് ഇവനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ദേവിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടിട്ടോ, അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ഫ്രഷായി കുളിച്ച് വന്നു. കുളിച്ച് വന്നപ്പോൾ എന്തൊരു സുഖം. ഇതാ നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, എഴുതാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇതാ നമ്മുടെ എക്കോ അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയി ഫുഡ് കഴിക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുഡ് അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ എന്താ ഒരു സുഖം. ഒരു ചിക്കൻ പീസും കുറച്ച് ചോറും ആ ഉപ്പേരിയൊക്കെ അങ്ങോട്ട് കൂട്ടിയിട്ട് വായിലേക്ക് വെച്ച എന്താ ടേസ്റ്റ്. അത് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്.
സോ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്, എക്കോൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, കുറേ ചാലഞ്ചസ് വരുന്നുണ്ട്. സോ ഉറപ്പായിട്ട് എല്ലാവരും നമ്മുടെ കുട്ടി ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.